എന്നെ വിളിച്ച പിയറായോ? ആ റോഡിന് വട്ടം കേറി നിക്കാതെ ആ മൂലയിട്ട് മാറി നിൽക്ക്. ഓക്കേ എന്നാ പൊക്കോ. എല്ലാരും വാള് വെക്ക്. ഉത്തരവ് പ്രഭു. നിന്നോട് ഈ വാള് വെക്കാനാണാ പറഞ്ഞേ? നീട്ടി വെക്ക്. ഇനി നീട്ടി വെച്ചിട്ടാണ് മേത്തിട്ട് തിരിക്കാൻ. വേഗം സെറ്റപ്പ് പുള്ളി എടുത്തോട്ടെ. അങ്ങനല്ല, ആ വെൽഡ് ചെയ്ത ഭാഗം മുമ്പിട്ടോ. ഇങ്ങനെയാണ്. അങ്ങനെ 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 തന്നെ. ഞാൻ വെൽഡ് ചെയ്തതാ. വെച്ചോ വെച്ചോ. കൊള്ളാം. ഇതൊക്കെ ഏതാക്കൃ കടന്നാണാവോ? ഇതാ രാജൻ. രാജനല്ല, പൽവാൽ ദേവൻ. എന്റെ മകൻ. ഇത് കൂട്ടശ്ശരാലോ. ഇത് ഞാനെങ്ങനെ വായിക്കണേ? അങ്ങ് വായിക്കുന്നേ. നേരവണ്ണം മലയാളം അറിയാമല്ല, പിന്നെ ഇംഗ്ലീഷ്. അതെ, നീ എന്തെങ്കിലും ഒന്ന് പറ. എന്നെ രാജാവാക്കാൻ വേണ്ടി കള്ളോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. ആകെ ഇവിടെ 100 വോട്ടുള്ളൂ. പക്ഷെ ഇവനെങ്ങനെ 1500 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത് എനിക്കറിയാൻ പാടില്ലട്ടാ. എല്ലാവരും കൂടി ഒരു ജയ് കൊടുക്ക്. ജയ്. ആരെങ്കിലൊക്കെ ഒന്ന് വിളിക്കടാ. ഒരു 4 പേരും കൂടി ജയ് വിളിക്കണെങ്കിൽ 5 പേരായേനെ. പിള്ളേര് നാണം കെടുത്തി കളഞ്ഞല്ലേ. വേണ്ട, വായിക്കറിയില്ല. എന്നെ പോലെ തന്നെയല്ല. മഹേന്ദ്ര ബാഹുബലി എന്ന ഞാൻ. ഇത്ര ആൾക്ക് കടം കൊടുക്കാനുണ്ടോ? ഇവർക്ക് 2 ടർപ്പായി വലിച്ചേട്ടാൻ പാടില്ല. എന്ത് വെയിൽ. രാജ്യത്തിന്റെ സ്വത്ത് നശിപ്പിക്കാമെന്നും സംരക്ഷിക്കാമെന്നും ഞാൻ ആദ്യം ഒരുത്തവന്റെ ഫാൻസ് ആയിരിക്കും. എന്ത് നിന്റെ തലവെട്ടി പട്ടിക്കിട്ട് കൊടുക്കും. മേലനങ്ങാതെ സമ്പാദിക്കാമെന്നും. അത് കൊള്ളാട്ടെ. രാജകാമി ശിവര ങ്ങളിൽ എനിക്ക് പകരം കട്ടപ്പയെ നിർത്താമെന്നും. അതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായി പോയില്ല. നമ്മുടെ വാളിന് മൂർച്ചയൊക്കെ ഉണ്ടായിരുന്ന